മരണത്തിന് മുമ്പിൽ ജയിച്ചു കാണിക്കാൻ പറ്റിയ ഒരഹങ്കാരിയെയും ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. അഹങ്കാരം തോൽക്കുകയും മരണം ജയിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് ഉള്ള കാലം വിനയത്തോടെ ജീവിക്കുക എന്നതിനേക്കാൾ വലിയൊരു വിവേകം വേറല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്വന്തമല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വലിയ സംഭവമാക്കി കൊണ്ടു നടക്കുന്നതിനാണ് അഹങ്കാരം എന്ന് പറയുക. നമ്മൾ കൂടുതലായിട്ട് അഹങ്കരിക്കുന്നത് 3 കാര്യത്തിലായിരിക്കും. 1 നമ്മുടെ നോളജ്, അറിവ്. 2 നമ്മുടെ അസറ്റ്, സമ്പാദ്യം. 3 നമ്മുടെ സ്റ്റേറ്റസ്, പദവി. പക്ഷേ ഇൻ്റലക്ച്വലായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് 3 നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല എന്ന് മനസ്സിലാവും. കാരണം അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരോ നമുക്ക് തന്നതായിരിക്കും. ഉസ്താദുമാരോ ടീച്ചേഴ്സോ പുസ്തകങ്ങളോ അനുഭവങ്ങളോ നമുക്ക് സമ്മാനിച്ചതായിരിക്കും അറിവ് എന്നുള്ളത്. രണ്ടാമത്തത് അസറ്റാണ്, സമ്പാദ്യം, പൈസയാണ്. അതൊരു സിസ്റ്റം നമുക്ക് അനുവദിച്ചു തന്നതാണ്. സാമ്പത്തിക ക്രമങ്ങൾ തെറ്റുന്ന സമയത്ത് വെറും പേപ്പർ കഷ്ണങ്ങൾ മാത്രമായി പോവത്. ഈ നോട്ട് ചോദിച്ച സമയത്തൊക്കെ പൈസക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. 3ാമത്തെ സ്റ്റേറ്റസ് ആണ്, പദവി. അതൊരു സൊസൈറ്റി നമുക്ക് തരുന്ന അംഗീകാരമാണ്. അവരെ അംഗീകാരം എപ്പോൾ പിൻവലിക്കുന്നോ ആ മൊമെൻറ്റിൽ ഇല്ലാതാവുന്ന ഒന്നാണ് നമ്മളെ സ്റ്റേറ്റസ് എന്നുള്ളത്, പദവി എന്നുള്ളത്. പിന്നെ എവിടെയാണ് നമ്മൾ വലിയ സംഭവമാണ് എന്ന് തോന്നാനുള്ള തെളിവ് എന്ന് ഞാൻ ചോദിക്കുന്നത്. നമ്മളതല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ വെറുതെ അഹങ്കരിച്ച് ജീവിക്കുകയാണ്, സത്യം പറയാലോ.